Hello guys, welcome to mfc-creations. അപ്പോൾ നമ്മൾ ഇന്നിവിടെ Node.jsന്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ സീരീസിൽ നമ്മൾ കവർ ചെയ്യുന്ന Node.js വിത്ത് TypeScript ആൻഡ് എക്സ്പ്രസ് സെർവർ. അതുപോലെ തന്നെ നമ്മൾ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് PostgreSQL ആണ്. ORM ആയിട്ട് നമ്മൾ Sequelize ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ORM എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ്. അതായത് ഇപ്പോൾ നമ്മൾ നോർമലി ഒരു ഡാറ്റാബേസ് യൂസ് ചെയ്യുമ്പോൾ, ലെറ്റ്സ് സേ നമ്മളൊരു PostgreSQL യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡാറ്റാബേസ് ആയിട്ട് ക്വറി ചെയ്യാൻ നമ്മൾ നോർമലി SQL ക്വറീസ് എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ SQL ക്വറീസ് എഴുതാതെ തന്നെ നമുക്ക് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ടൂൾസാണ് ORM എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ SQL സൈഡിൽ നോക്കുമ്പോൾ തന്നെ ORM ആയിട്ട് നമുക്ക് TypeORM എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ Sequelize, Prisma ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ORMs ഉണ്ട്. നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് Sequelize എന്ന് പറയുന്ന ORM ആണ്. ഒരു ബേസിക് ക്രെഡ് ആപ്ലിക്കേഷൻ എന്നതിലുപരി ഒരു ബാക്ക്-എൻഡ് ഡെവലപ്പർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഈ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ബേസിക് സെറ്റപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യും. എങ്ങനെ Node.js TypeScript എങ്ങനെ സെറ്റപ്പ് ചെയ്യും, അതിലോട്ട് Sequelize, Postgres ഒക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് ഇനീഷ്യൽ സെറ്റപ്പ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാം, എങ്ങനെ ഡാറ്റാബേസ് ഓപ്പറേഷൻസ് നടത്താം എന്നുള്ളത് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ ബേസിക് ഓത്തൻറ്റിക്കേഷൻ തൊട്ട് പിന്നെ നമ്മൾ ഓരോരോ അഡ്വാൻസ്ഡ് കൺസെപ്റ്റുകളും നമ്മൾ ഭാവിയിൽ കവർ ചെയ്ത് പോകാം. അതാണ് ഇങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഈ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് ഏറ്റവും ആവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം സംഭവങ്ങൾ ഈ ഒരു സീരീസിൽ നമുക്ക് കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് ബാക്കിയുള്ള ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ ഇടയിലൂടെ പറഞ്ഞു പോകാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഇതിൽ PostgreSQL ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ PostgreSQLൻ്റെ തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാം കവർ ചെയ്യുന്നൊരു ഓൾറെഡി ഒരു സീരീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം. അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതിലാണ് നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസ് സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് Postgres ഇൻസ്റ്റാൾ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം അത് കാണുക, എന്നിട്ട് ഇതിലോട്ട് തിരിച്ചു വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡറിനകത്ത് നമ്മുടെ PowerShell അല്ലെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൽ npm init എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വരും, അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. വേർഷൻ, പാക്കേജ് നെയിം, ഡിസ്ക്രിപ്ഷൻ, എ സാമ്പിൾ നോഡ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തു. ദെൻ എൻട്രി പോയിൻ്റ് index.js ആണ് ഇതിലുള്ളത്. ഓക്കെ, എല്ലാം ഇപ്പോൾ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളത് കൊടുത്തു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചേഞ്ച് ചെയ്യാം. ദെൻ ടെസ്റ്റ് കമാൻഡ് ഗിറ്റ് റെപ്പോസിറ്ററി ഇതൊന്നും കൊടുക്കുന്നില്ല. ഓദർ mfc-creation എന്ന് കൊടുത്തു. ലൈസൻസ് ഡിഫോൾട്ട് സെലക്ട് ചെയ്തു. ദെൻ ഓക്കെ ആണെങ്കിൽ എസ് എന്ന് അമർത്താൻ പറഞ്ഞു, എസ് കൊടുത്തു. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഫോൾഡറിനകത്ത് ഒരു package.json ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് VS കോഡിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിൽ കുറച്ച് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തു. നമുക്ക് ടെർമിനലിൽ പോയി കഴിഞ്ഞാൽ ന്യൂ ടെർമിനൽ ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടെർമിനൽ ഓപ്പൺ ആകും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ എക്സ്പ്രസ് ആണ്. നമ്മൾ എക്സ്പ്രസ് സെർവറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ npm install express. ഓക്കെ, പിന്നൊരു ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് .env, അതായത് നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കേജാണ് .env. ഓക്കെ, പിന്നെ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു നമ്മളിതിൽ ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് PostgreSQL ആണ്. അതുപോലെ തന്നെ ORM ആയിട്ട് യൂസ് ചെയ്യുന്നത് Sequelize ആണ്. സോ അതിൻ്റെ കുറച്ച് ഡിപ്പെൻഡൻസി കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ Sequelizeൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റേഷൻ വന്നിട്ടുണ്ട്. ഇതിലാദ്യം പറയുന്നുണ്ട് അവർ Sequelize എന്ന് പറയുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഞാനത് കോപ്പി ചെയ്ത് ഇവിടെ ഇട്ടു. ഇനി നമുക്കറിയാം ഇവിടെ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ pg-admin Postgres ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ കൂടെ pg അതുപോലെ തന്നെ pg-store എന്ന് പറയുന്ന ഈ രണ്ട് പാക്കേജ് യൂസ് ചെയ്യണം. ഇനി MySQL അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡാറ്റാബേസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട പാക്കേജസ് അവരുടെ ഡോക്യുമെൻറ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആ രണ്ട് പാക്കേജ് കൂടെ എടുത്ത് എൻ്റർ അടിച്ചു. പിന്നെ നമുക്ക് കുറച്ച് dev ഡിപ്പെൻഡൻസി കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതിനായിട്ട് TypeScript, then types/node, then ts node, അതുപോലെ തന്നെ ts node dev. ഇത്രയും dev ഡിപ്പെൻഡൻസി കൂടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്.
ഇനി നമുക്ക് ഒരു ടൈപ്പ്സ്ക്രിപ്റ്റ് ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ tsconfig.json എന്ന് പറയുന്ന ഒരു ഫയൽ ജനറേറ്റ് ചെയ്യണം. അതിലാണ് നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ കോൺഫിഗറേഷനൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് tsc -init എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ ഇപ്പോൾ മേ ബി നിങ്ങൾക്ക് ടൈപ്പ്സ്ക്രിപ്റ്റ് tsc നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞൊരു എറർ കിട്ടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റ് ഗ്ലോബലായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. npm install -g TypeScript. ഓക്കെ ഇപ്പോൾ നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റ് ഗ്ലോബൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം tsc -init എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ tsconfig.json എന്ന് പറയുന്ന ഒരു ഫയൽ ജനറേറ്റ് ആവും. ഓക്കെ, ഇതിനകത്താണ് നമ്മൾ ടൈപ്പ്സ്ക്രിപ്റ്റിൻ്റെ എല്ലാ കോൺഫിഗറേഷനും നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു .env ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിലാണ് നമ്മൾ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. സോ .env നമുക്ക് മെയിനായിട്ട് വരുന്നത് db user, അതുപോലെ തന്നെ db പാസ്വേഡ്, ദെൻ db നെയിം. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നമ്മുടെ വാല്യൂസ് എല്ലാം ഫില്ല് ചെയ്യും. ദെൻ അത് കഴിഞ്ഞ് നമുക്കൊരു git ignore ഫയൽ വേണം. .git ignore. ഈ git ignore ഫയൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിലുള്ള ചില ഫയൽസും ഫോൾഡേഴ്സും നമുക്ക് ഗിറ്റ്ഹബിലോട്ട് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ git ignore എന്ന് പറയുന്ന ഫയലിൽ സ്പെസിഫൈ ചെയ്യുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ നോഡ് മൊഡ്യൂൾ ഫോൾഡർ നമുക്ക് ഗിറ്റ്ഹബിലോട്ട് ഇടേണ്ട ആവശ്യമില്ല. സോ നോഡ് മൊഡ്യൂൾസ് എന്ന് കൊടുത്തു. അതുപോലെ തന്നെ .env എന്ന് പറയുന്ന ഫയലും ഒരിക്കലും ഗിറ്റ്ഹബിലോട്ട് പോകാൻ പാടില്ല. സോ അത് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നോഡ് മൊഡ്യൂൾ ഫോൾഡർ നമ്മൾ tsconfig-ലും നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. ഇതിവിടെ കമ്പൈൽ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ക്ലൂഡ്, അതിനകത്ത് നമ്മുടെ നോഡ് മൊഡ്യൂൾസ്. ഓക്കെ, ഇത്രയും കൊടുക്കാം. ഫയൽസ് എല്ലാം സേവ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ Sequelizeൻ്റെ കുറച്ച് ഫോൾഡേഴ്സും ഫയൽസൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് Sequelize CLI എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് Sequelize തരുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന Sequelize ഫോൾഡേഴ്സും അതുപോലെ തന്നെ ഫയൽസ് എല്ലാം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ Sequelizeൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. അവിടെ ഈ CLIനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് Sequelize CLI എന്നാണ് അതിൻ്റെ പേര്. സോ അത് കോപ്പി ചെയ്തെടുത്തു. അത് npm install Sequelize CLI കൊടുക്കും. ഓക്കെ, അപ്പോൾ Sequelize CLI നമ്മുടെ ഇതൊരു dev ഡിപ്പെൻഡൻസിയുടെയാണ്. സോ അതിൻ്റെ കൂടെ -d കൂടെ കൊടുക്കുക. ഓക്കെ, സോ Sequelize CLI നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഇൻസ്റ്റാൾ ആവും. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് Sequelizeൻ്റെ മോഡൽസ്, മൈഗ്രേഷൻസ്, കോൺഫിഗിങ് തുടങ്ങിയിട്ടുള്ള ഫയൽസൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ Sequelize CLI ജനറേറ്റ് ആയി. ഇനി അതിനുശേഷം നമുക്കിവിടെ ഡോക്യുമെൻറ്റേഷനിൽ കാണാൻ പറ്റും npx Sequelize CLI init എന്ന് പറയുന്ന കമാൻഡ് എൻ്റർ ചെയ്യാൻ. സോ അതോടെ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ കമാൻഡ് സക്സസ്ഫുള്ളി റണ്ണായി. ഇപ്പോൾ നമുക്കിവിടെ കാണാം, നമുക്ക് പുതിയ കുറച്ച് ഫോൾഡേഴ്സ് ഇവിടെ ജനറേറ്റ് ആണ്. നമുക്കിവിടെ CDS, അതുപോലെ തന്നെ മോഡൽസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ട്, മൈഗ്രേഷൻ എന്ന് പറയുന്നൊരു ഫോൾഡർ വന്നു, കോൺഫിഗ് എന്ന് പറയുന്നൊരു ഫോൾഡർ വന്നു. ഓക്കെ, ഇത് നമ്മളിവിടെ കോൺഫിഗ് ഫോൾഡറിനകത്ത് ഒരു config.json എന്ന് പറയുന്നൊരു ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ ഡാറ്റാബേസ് ക്രെഡൻഷ്യൽസ് എല്ലാം നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 3 എൻവയോൺമെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്: ഡെവലപ്മെൻറ്റ്, ടെസ്റ്റ്, പ്രൊഡക്ഷൻ. നമുക്കറിയാം ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് 3-4 സ്റ്റേജസ് ഉണ്ടാവും. ആദ്യം ഒരു ഡെവലപ്മെൻറ്റ് ഫേസ് ഉണ്ടാവാം, പിന്നെ ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ QA ഫേസ് ഉണ്ടാവാം, അത് കഴിഞ്ഞൊരു പ്രൊഡക്ഷൻ, സ്റ്റേജിങ്, ഇങ്ങനെ തുടങ്ങി ഓരോ ഇതിനനുസരിച്ച് ഓരോരോ സ്റ്റേജസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ ഓരോ സ്റ്റേജിലും ഏതൊക്കെ ക്രെഡൻഷ്യലാണ് വേണ്ടതെന്നുള്ളതും നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണെന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു .env ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് എടുത്തിട്ട് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ JSON ഫയലിനെ നമുക്ക് JS ഫയലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. JS ആക്കി ദെൻ ഇതിനെ നമ്മളൊരു മൊഡ്യൂൾ .exports ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു .env എന്ന് പറഞ്ഞ്. സോ നമ്മൾ ആദ്യം അതിവിടെ ഇമ്പോർട്ട് ചെയ്യണം. .env .config. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിവിടെ നമ്മുടെ വേരിയബിൾസ് കൊടുക്കാൻ പറ്റും. നമ്മൾ യൂസർ നെയിം കൊടുത്തത് process.env .db user, അതുപോലെ തന്നെ പാസ്വേഡ് process.env
ഡോട്ട് ഡി ബി പാസ്വേഡ്. ദെൻ നമുക്ക് ഡാറ്റാബേസ് നെയിം കൊടുക്കണം, പ്രോസസ് ഡോട്ട് എ എൻ വി ഡോട്ട് ഡി ബി നെയിം. ദെൻ ഡയലക്റ്റ് ഇവിടെ MySQL കൊടുത്തില്ല, നമ്മൾ പോസ്റ്റ്ഗ്രസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഡയലക്റ്റ് ആയിട്ട് പോസ്റ്റ്ഗ്രസ് എന്നിവിടെ കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു മോഡൽസ് ഫോൾഡറിൽ index.js ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ആ കോൺഫിഗ് ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളതിനെ JSON-ൽ നിന്ന് JS-ലോട്ട് ആക്കിയതുകൊണ്ട് തന്നെ ഇവിടെയും നമ്മൾ മാറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഒരു .js കാണുന്നുണ്ട്. നമ്മളിവിടെ TypeScript ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ JS മാറ്റിയിട്ട് TS ആയി കൊടുക്കുക. ഇത് മെയിൻലി ചെയ്യുന്നത് നമ്മുടെ മോഡൽസ് ഫയൽസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ മോഡൽസ് ഫോൾഡറിനകത്താണ്. സോ അതിലുള്ള എല്ലാ ഫയൽസും ഇവിടെ ലൂപ്പ് ചെയ്തെടുത്ത് അതിൻ്റെ ഡാറ്റാബേസ് അതിൻ്റെ നെയിംസ് എല്ലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ index.jsൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു പുതിയൊരു നമ്മുടെ റൂട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ അതിന് index.ts എന്ന് കൊടുത്തു. ഓക്കെ, നമുക്ക് ആദ്യം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ അത് ഞാൻ എക്സ്പ്രസ് ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ട് എക്സ്പ്രസ്, കാരണം നമ്മൾ എക്സ്പ്രസ് സെർവറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇമ്പോർട്ട് എക്സ്പ്രസ് ഫ്രം എക്സ്പ്രസ് നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്യണം. സോ കോൺസ്റ്റ് ആപ്പ് ഈക്വൽ ടു എക്സ്പ്രസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സ്പ്രസ് ആപ്പ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഓക്കെ, നമുക്ക് ഒരു വേരിയബിൾ, ഒരു പോർട്ട് കൊടുക്കും. നമുക്ക് ഏത് പോർട്ടിലാണ് ഈ എക്സ്പ്രസ് സെർവർ റൺ ചെയ്യേണ്ടത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പോർട്ട് ഇവിടെ 3000 കൊടുത്തു. ഓർ നമുക്ക് ഇതേ സംഭവം തന്നെ നമുക്ക് env എന്ന് എടുക്കുകയും ചെയ്യാം. സോ പ്രോസസ് ഡോട്ട് env ഡോട്ട് പോർട്ട്. ഓക്കെ, envയിൽ ഇല്ലെങ്കിൽ 3000-ൽ റൺ ചെയ്യും, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അതുപോലെ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ എക്സ്പ്രസിൻ്റെ കാര്യങ്ങൾ എഴുതി, ഇനി നമുക്ക് നമ്മുടെ DB മോഡൽ ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ഇമ്പോർട്ട് DB ഫ്രം മോഡൽസ്. ഓക്കെ, എന്നിട്ട് ഇവിടെ എന്താ ഇഷ്യൂ, കുഡ് നോട്ട് ഫൈൻഡ് ഡിക്ലറേഷൻ. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പ്രസിൻ്റെ ടൈപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ മോഡൽസിൽ DB, ഓക്കെ, അത് DB ഡിക്ലെയർ നമ്മളത് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ DB മോഡൽസിൽ ഒരു index.js ഫയൽ മാത്രമേ ഉള്ളൂ. നമ്മളിതുവരെ നമ്മുടെ മോഡൽസ് ഒന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അതൊക്കെ നമ്മൾ ഈ ഫോൾഡറിനകത്താണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. നമ്മൾ ഈ മോഡൽസിനകത്ത് ഏത് മോഡൽസ് ഡിഫൈൻ ചെയ്താലും അത് ഓട്ടോമാറ്റിക്കലി index.js എടുത്ത് പ്രോസസ്സ് ചെയ്യും. അതിനെയാണ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ PostgreSQL ആണ് ഡാറ്റാബേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ മോഡലിൽ വരുത്തുന്ന ചേഞ്ചൊക്കെ നമ്മളവിടെ ഡാറ്റാബേസിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ ലെവലൊക്കെ യൂസ് ചെയ്യാറ് നമ്മൾ മൈഗ്രേഷൻസ് ചെയ്തതെന്നാണ് പറയാം. മൈഗ്രേഷൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് റൺ ചെയ്യാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ എപ്പോഴും പോയി മൈഗ്രേഷൻ ഫയൽസ് ചെയ്തെന്നുള്ളത് കുറച്ച് ടാസ്ക്കാണ്, അതൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സീക്വലൈസ് തരുന്നൊരു മെത്തേഡുണ്ട്, സിങ്ക് എന്ന് പറയും, db.sync. ഈ db.sync ട്രൂ ചെയ്ത് കൊടുത്താൽ നമ്മളിവിടെ മോഡലിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ഓട്ടോമാറ്റിക്കലി ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാബേസിലും ചേഞ്ച് വരുത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് db.sequelize .sync ഇങ്ങനൊരു കമാൻഡ് ഉണ്ട്. ഓക്കെ, അതൊരു ഫംഗ്ഷനാണ്. ദെൻ സിങ്ക് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എടുക്കും. ഇനി നമുക്ക് നമ്മുടെ ആപ്പ് റൺ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് app.listen ഇതിലൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ എടുക്കും. അവിടെ നമുക്ക് ഏത് പോർട്ടിലാണോ റൺ ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നമ്മൾ ഓൾറെഡി പോർട്ട് ഇട്ടിട്ടുണ്ട്, അത് കൊടുത്തു. ദെൻ അതിനുശേഷം ഞാനിവിടെ ഒരു console.log ആപ്പ് റണ്ണിങ് ഓൺ പോർട്ട്. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമ്മൾ നേരെ നമ്മുടെ package.jsനോട്ട് പോവാം. അവിടെ നമുക്കൊരു സ്ക്രിപ്റ്റ് എഴുതണം. ഇവിടെ ഒരു ടെസ്റ്റ് സ്ക്രിപ്റ്റ് ഉണ്ട്, അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഒരു dev എന്ന് പറയുന്നൊരു സ്ക്രിപ്റ്റ് ഇട്ടു. നമ്മളൊരു ts-നോട് dev എന്ന് പറയുന്നൊരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ റൺ ചെയ്യാമെന്നുള്ളൊരു സംഭവം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട് tsnd server.ts. അത് നേരെ കോപ്പി ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് കൊണ്ടുവിട്ടു. ഇവിടെ നമ്മൾ server.ts അല്ല, അതിന് പകരം index.ts എന്ന് കൊടുത്തു. ഞാൻ സേവ് ചെയ്തു.
ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്യാണ്. npm run dev. അതായത് ഇപ്പോൾ നമ്മൾ index.ts പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു DB ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് മോഡൽസ്. പക്ഷേ ആ മോഡൽസ് ഫോൾഡറിനകത്ത് കിടക്കുന്നത് index.js ഫയലാണ്, TS ഫയലല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ടൈപ്പ്സ്ക്രിപ്റ്റ് ത്രോ ചെയ്യുന്ന എററാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നമ്മൾ നമ്മുടെ tsconfig.json ഫയലിലോട്ട് പോയിട്ട് അതിനകത്ത് ഒരു allow.js എന്നും പറഞ്ഞിട്ടൊരു ലൈൻ ഉണ്ടാവും, ഇതേ ഇവിടെ ജാവാസ്ക്രിപ്റ്റ് സപ്പോർട്ട്. അത് അൺകമൻറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. ഓക്കെ, നമ്മൾ TS-നോട് dev യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചേഞ്ച് ചെയ്താലും ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കോളും. ഓക്കെ, ഇനിയിപ്പോൾ പുതിയൊരു എറർ വന്നിട്ടുണ്ട്. എന്താ? ക്ലയൻറ്റ് പാസ്വേഡ് മസ്റ്റ് ബി എ സ്ട്രിങ്. അതിന് കാരണം നമ്മളിവിടെ config.jsonൽ നമ്മൾ ഡാറ്റാബേസിൻ്റെ ക്രെഡൻഷ്യൽ കൊടുത്തിട്ടുണ്ട്. process.envdb യൂസർ പാസ്വേഡ് നെയിം, ഇതൊക്കെ process.en, അതായത് നമ്മുടെ env ഫയലിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മളിവിടെ അതൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ നമ്മൾ പോസ്റ്റ്ഗ്രിസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡൻഷ്യൽ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ യൂസർ നെയിം എന്ന് പറയുന്നത് പോസ്റ്റ്ഗ്രിസ് ആണ്. ഞാൻ പാസ്വേഡ് കൊടുത്തിരിക്കുന്നത് fahad123 എന്നാണ്. DB നെയിം ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് മൈ ആപ്പ് എന്ന് കൊടുത്തു. ഇനി ഞാൻ സേവ് ചെയ്തു. നമ്മൾ envയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി റൺ ആവത്തില്ല. സോ ഞാൻ വീണ്ടും npm run dev എന്ന് കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് ഡാറ്റാബേസ് നെയിം മൈ ആപ്പ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം മൈ ആപ്പ് എന്ന് പറയുന്നൊരു ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ PostgreSQLൻ്റെ ഒരു PG admin എന്ന് പറയുന്നൊരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പോസ്റ്റ്ഗ്രിസ് നമ്മുടെ സിസ്റ്റത്തിൽ സെറ്റപ്പ് ചെയ്യുക, അതുപോലെ എന്താണ് PG admin, അതെങ്ങനെ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എൻ്റെ PostgreSQL ട്യൂട്ടോറിയലിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ അത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ കോൺഫിഗറേഷനൊക്കെ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ കോഡിലോട്ട് ചെന്നിട്ട് ഒന്നുകൂടെ സ്റ്റോപ്പ് ചെയ്തിട്ട് റൺ ചെയ്തു. npm run dev. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ആപ്പ് റണ്ണിങ് ഓൺ പോർട്ട്. നമ്മൾ 3000 പോർട്ടിൽ ആപ്പ് റണ്ണിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു SQL ക്വറിയും കാണാൻ പറ്റും, select 1+1 എന്നും പറഞ്ഞിട്ട്. അതിന് കാരണം നമ്മളിവിടെ index.ts-നകത്ത് നമ്മൾ db.sequelize സിങ്ക് കൊടുത്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു SQL ക്വറി കൂടെ അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മളൊരു ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇത്രേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.